രാഹുലിന്റെ അറസ്റ്റിൽ പോലീസിനും സർക്കാരിനുമുള്ള നേട്ടം എന്താണ്? പൊതുമുതലിനോടുള്ള അടങ്ങാത്ത പ്രണയമാണോ പോലീസിന്? അതോ തിരുവാക്കി എതിർവായില്ലാതെ കണ്ണുപൊത്തി കളിക്കുകയാണോ പോലീസ്? ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാടെന്താണ്? വെള്ളം കലക്കി മീൻ പിടിക്കുകയാണോ അതോ പുകമറയുണ്ടാക്കി ഒളിച്ചിരിക്കുകയാണോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസെടുത്തിരിക്കുകയാണ് കേരള പോലീസ്. പൂജപ്പുര ജയിലിന് മുന്നിൽ വെച്ച് സ്വീകരണമൊരുക്കിയതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പൂജപ്പുര ജയിലിന് മുന്നിൽ വലിയ ആഘോഷത്തോടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ പ്രവർത്തകർ സ്വീകരിച്ചാനയിച്ചത്. ആ വിഷയത്തിലാണ് പോലീസ് ഇപ്പോൾ വീണ്ടും കേസെടുത്തിരിക്കുന്നത്. ഗതാഗത തടസ്സം സൃഷ്ടിച്ചു, പൊതുജന സമാധാനം തകർത്തു, ലഹളയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രകോപനമുണ്ടാക്കി, പോലീസിന്റെ ആജ്ഞ ലംഘിച്ച് ന്യായവിരുദ്ധ പ്രവൃത്തികൾ നടത്തി, CM-ന്റെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഫ്ലെക്സ് ബോർഡുകൾ തകർത്തു തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് രാഹുലിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കേസിൽ 12 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേമം സജീർ 1-ാം പ്രതിയും രാഹുൽ മാങ്കൂട്ടത്തിൽ 2-ാം പ്രതിയുമാണ്. മാത്രമല്ല, കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഉയർന്നുവരുന്ന ചോദ്യങ്ങൾ അനവധിയാണ്. കേരളത്തിൽ ആദ്യമായാണോ ജയിലിന് മുന്നിൽ ഇത്തരമൊരു സ്വീകരണം ഒരുക്കുന്നത്? രണ്ടാമത്തേത്, അത്തരത്തിൽ ഒരു വലിയ സ്വീകരണം നടത്തുമ്പോൾ പോലീസ് എടുക്കുന്ന കേസിന്റെ വകുപ്പുകൾ ഇതുതന്നെയാണോ? ഇത്ര വലിയ ഗുരുതര ക്രമക്കേടുകൾ പോലീസ് വകുപ്പുകളിൽ കൂട്ടിച്ചേർക്കാറുണ്ടോ എന്നുള്ളതാണ്. പണ്ട് R ബാലകൃഷ്ണപിള്ള ഇതുപോലെ ജയിൽ മോചിതനായി പുറത്തു വന്നപ്പോൾ ഇതിലും വലിയ ഘോഷമായിരുന്നു അന്നുണ്ടായത്. മാത്രമല്ല, ആ ആഘോഷം കൊട്ടാരക്കര വരെ നീണ്ടും നിന്നു. അപ്പോൾ കേരളത്തിൽ ആദ്യമായല്ല ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ചോദ്യം, പൊതുമുതൽ നശിപ്പിച്ചത് മൂലമാണോ അതോ പോലീസിനെ ധിക്കരിച്ചതുകൊണ്ടാണോ എന്നാണ്. ആദ്യത്തേത്, പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടോ എന്നുള്ള ചോദ്യം. പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഒരു ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. 2015 മാർച്ച് 13 ബജറ്റ് വെച്ച് പുട്ടടിച്ച കള്ളൻ എന്ന് ആരോപിച്ചുകൊണ്ട് അന്നത്തെ ധനമന്ത്രി KM മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇടത് MLA-മാർ നിയമസഭയിൽ സംഘർഷമുണ്ടാക്കി. V ശിവൻകുട്ടിയും EP ജയരാജനും KT ജലീലും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. നിയമസഭയിലെ കയ്യാങ്കളി കേസ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇപ്പോഴും ആ കേസിന്റെ വിവരങ്ങൾ ലഭിക്കും. അന്ന് V ശിവൻകുട്ടി മന്ത്രി നടത്തിയ പ്രകടനങ്ങൾ എല്ലാവരും കണ്ടതാണ്. സ്പീക്കറുടെ കസേരകൾ വരെ അടിച്ചു തകർക്കപ്പെട്ടതാണ്. കേസ് സുപ്രീം കോടതി വരെ എത്തി. കേരളം നാണം കെട്ടു നിന്നതുമാണ്. അന്നൊന്നുമില്ലാത്ത പോലീസിന്റെ ഈ പൊതുമുതൽ സ്നേഹം ഇപ്പോൾ മാത്രം പൊട്ടിവിരിയുന്നത് എന്തുകൊണ്ടാണ്? ഇനി പോലീസിനെ ധിക്കരിച്ചു എന്നുള്ളതാണോ ഭാഷ്യം? അങ്ങനെയെങ്കിൽ അവിടെയുമുണ്ട് ഒരു ചോദ്യം. ചാലക്കുടിയിൽ ITI പ്രവർത്തകർ SFI ജയിച്ചതിനെ തുടർന്ന് ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു. ഹെൽമറ്റ് ധരിക്കാതെയായിരുന്നു അന്ന് ബൈക്ക് റാലിയിൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തത്. ആ ബൈക്ക് റാലിയെ പോലീസ് ചോദ്യം ചെയ്തതിനെ തുടർന്ന്, അതായത് ഹെൽമറ്റ് ധരിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് പോലീസ് ജീപ്പ് അടിച്ചു തകർക്കുകയും അതിന്റെ ബീക്കൺ ലൈറ്റ് വരെ പൊട്ടിച്ചെറിയുകയും ചെയ്ത അന്തരീക്ഷമുണ്ടായിരുന്നു. ഇത് സംഭവിച്ചിട്ട് അധിക കാലമൊന്നുമായിട്ടില്ല. 2023 ഡിസംബർ 22-ാം തീയതി നടന്ന സംഭവമാണിത്. അന്നൊന്നും പോലീസിനെ ധിക്കരിച്ചു എന്നുള്ള ബോധം പോലീസിന് ഉണ്ടായിരുന്നില്ല എന്നാണോ? എന്താണ് യഥാർത്ഥത്തിൽ അപ്പോൾ പോലീസിന്റെ നിലപാട്? സർക്കാരിന് വേണ്ടി പോലീസ് കണ്ണു കെട്ടിക്കളിക്കുക തന്നെയാണോ? ഇനി എന്തിനായിരിക്കാം സർക്കാർ പോലീസിനെ കൊണ്ട് ഇത്തരമൊരു നീക്കം നടത്തിക്കുന്നത് എന്നുള്ള ചോദ്യം അവിടെയും സ്വാഭാവികമായി ഉയരുന്നുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത ദിവസം പരിശോധിക്കണം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുന്നത് 2024 ജനുവരി 9-ാം തീയതിയാണ്. അതേ ദിവസം തന്നെയായിരുന്നു ഇടുക്കിയിൽ നിന്നും രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ നാടകീയമായി അറസ്റ്റ് ചെയ്തപ്പോൾ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും വലിയ രീതിയിൽ വിമർശനമുയർന്നതാണ്. സർക്കാരിന്റെ വാദം അഥവാ സർക്കാരിന്റെ പോരാളികളുടെ വാദം എന്ന് പറയുന്നത് അതേ ദിവസം തന്നെയായിരുന്നല്ലോ ഇടതുമുന്നണിയുടെ രാജ്ഭവൻ മാർച്ച്. ഞങ്ങൾ യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ഒരു പരിപാടി മുക്കിക്കളയാൻ ഉദ്ദേശിക്കുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ അന്ന് മങ്ങിപ്പോയ മറ്റൊരു വാർത്ത കൂടി ഉണ്ടായിരുന്നു. കേരള ഗവർണർ ഇടുക്കിയിലെ വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത്. അന്നേ ദിവസം തന്നെ അദ്ദേഹം നിർവഹിച്ച ഉദ്ഘാടന ചടങ്ങുകളും. സ്വാഭാവികമാണ്, ഗവർണർ കിട്ടിയ ഒരവസരം പാഴാക്കില്ല എന്നത്. സർക്കാരിനെ തിരിച്ചടിക്കാനുള്ള എല്ലാ അവസരങ്ങളും അദ്ദേഹം ഉദ്ദേശിക്കുമെന്നുള്ളതും ഉറപ്പ് തന്നെയാണ്. അതേ ദിവസം തന്നെയായിരുന്നു വലിയ കോളിളക്കമുണ്ടാക്കി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയത്. വീട്ടിൽ പനിച്ചു കിടന്നിരുന്ന രാഹുലിനെ വീട് വളഞ്ഞുകൊണ്ടാണ് പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത്. മാത്രമല്ല, പോലീസിന്റെ സംഘടിതമായ നീക്കമാണ് ഇതെല്ലാം എന്ന് സൂചിപ്പിക്കുന്ന മറ്റു കാര്യങ്ങളുമുണ്ട്. അതായത് ജനുവരി 9-ാം തീയതി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നത് 3 കേസുകളായിരുന്നു. അതിൽ 2 കേസുകൾ പെൻഡിംഗ് വെച്ചുകൊണ്ട് ഒരേ കേസിൽ മാത്രമായിരുന്നു പോലീസ് അന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്.
മാത്രമല്ല ജാമ്യം ലഭിക്കുന്നതിന്റെ തലേദിവസം ബാക്കി 2 കേസുകളിൽ കൂടി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിലെ കൂടുതൽ ദിവസത്തേക്ക് ജയിലിനുള്ളിൽ പിടിച്ചിടുക എന്നുള്ളത് തന്നെയായിരുന്നു പോലീസിന്റെ അജണ്ട. ജനുവരി 16-ാം തീയതി ഒരു പത്രത്തിൽ വന്ന വാർത്തയിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മറ്റ് ചാർജുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് കുറച്ചുകാലം അവൻ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു എന്ന് ഒരു പത്രം പോലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നു യഥാർത്ഥത്തിൽ പോലീസിന്റെ ഉദ്ദേശ്യം? ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് 4 കേസുകളിലും ജാമ്യം കിട്ടിയത്. സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിലും DGP ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും ഇതിലെല്ലാം തന്നെ പോലീസിന്റെ എല്ലാ കള്ളക്കളികളെയും പൊളിച്ചുകൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയത്. അവിടെയും പോലീസിന്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റി. തുടർന്നാണ് ഇപ്പോൾ പുതിയ കേസെടുക്കാൻ പോലീസ് തയ്യാറായിരിക്കുന്നത്. 17-ാം തീയതി വൈകുന്നേരം രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന അതേ സമയം തന്നെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് ഒട്ടും സമയം പാഴാക്കില്ല എന്ന് തന്നെ പറയാം. ഇനി ആരും തിരിച്ചറിയാതെ പോകുന്ന സർക്കാരിന്റെ ചില നീക്കങ്ങൾ പരിശോധിക്കാം. ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ 9-ാം തീയതി തന്നെയായിരുന്നു രാജ്ഭവൻ മാർച്ച് എന്നുള്ളതിനേക്കാൾ പ്രധാനം അന്നേ ദിവസം തന്നെയായിരുന്നു ഗവർണർ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇടുക്കിയിലേക്ക് പോയത് എന്നുള്ളതാണ്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസുകൾ ചുമത്തിയ അതേ ദിവസം തന്നെയാണ് P രാജീവിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുകയും ED കേസെടുക്കുകയും ചെയ്തിരുന്നത്. ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. പലതരത്തിലുള്ള വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇതേ മന്ത്രിസഭയിലെ മന്ത്രിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. ആ വാർത്തകളെല്ലാം തന്നെ ഒതുക്കി കളയുക എന്നുള്ള ഒരു ഉദ്ദേശവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. ഇനി ഇപ്പോൾ കേസെടുത്തിരിക്കുന്ന ദിവസം, അതായത് പൂജപ്പുരയിലെ സ്വീകരണത്തിന്റെ കേസ്. ഇപ്പോഴത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് CMRL കമ്പനിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതേ കമ്പനിയിൽ ROC റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് കൂടി ഉൾപ്പെടുന്നു എന്നുള്ള പുതിയൊരു വാർത്ത കൂടി വന്നിരിക്കുകയാണ്. സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു കേസ് കൂടി വരുമ്പോൾ മാധ്യമ ശ്രദ്ധ രാഹുലിലേക്ക് തിരിയും എന്നുള്ളത് തീർച്ചയാണ്. കാരണം സർക്കാരും പോലീസും കൂടി ഒരു ജനകീയനാക്കാനുള്ള ശ്രമം ഈയിടെയായി രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ നടക്കുന്നുണ്ട്. ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടം അറിഞ്ഞോ അറിയാതെയോ അതിനുള്ള നേട്ടങ്ങളും കിട്ടുന്നുണ്ടെന്ന് സാരം. യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ ഏറ്റവും അധികം ഷൈനിങ് ഉള്ള അഥവാ മാധ്യമ ശ്രദ്ധ നേടാനായിട്ടുള്ള നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പോലീസിന്റെയും സർക്കാരിന്റെയും ചില കടന്നാക്രമണങ്ങൾ അതിന് അദ്ദേഹത്തെ കൂടുതൽ സഹായിച്ചിട്ടുമുണ്ട്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന സമയമാണ്. സ്വാഭാവികമായും സർക്കാരിനെതിരെ ഇനിയും ആരോപണങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഒന്നുകൂടി തയ്യാറായിരുന്നോളൂ. ഇനിയും കേസുകൾ ഒരുപാട് വരാനുണ്ടാകും.